ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് ആയിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി BS6 മോഡലാണ്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഓൾറൗണ്ട് ഗാർഡ് ലൂസ്, അതുപോലെ റണ്ണിങ് ഓടിക്കുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നു, എഞ്ചിൻ ഓയിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ജന സർവീസായിട്ട് ചെയ്യണം. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, അത് ക്ലീൻ ചെയ്ത് തരാം. പിന്നെ ഓൾറൗണ്ട് ഗാർഡ് ലൂസിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ ഗാർഡിൻ്റെ ഇവിടെ ഭാഗം ബോൾട്ട് ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയിരിക്കണം. അതിൽ 2 പീസാണ്. അത് നമുക്ക് ഗ്യാസ് വെൽഡിങ് കൊടുത്തിട്ട് വെൽഡ് ചെയ്തിട്ട് വേണം അത് പിടിപ്പിക്കാൻ കേട്ടോ. അതിൻ്റെ ഒരു സൗണ്ടാണ് കാണിച്ചിരുന്നത്. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, എല്ലാം ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ്റ്റർ ഗാർഡ്, യൂണിറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലീൻ ചെയ്തിട്ടാൽ മതി. അങ്ങോട്ട് ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് അതൊന്ന് ഫുള്ളായിട്ട് നയിച്ച് പീസ് ചെയ്താൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നല്ല ഫിൽറ്ററാണ്, നമുക്ക് അതന്നെ ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ട്, അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. ഈ ഭാഗത്തൊരു സ്ക്രൂ ആണ് പോയിരിക്കുന്നത്, ആ സ്ക്രൂ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. അതിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നല്ല സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.9 മാക്സിമം വോൾട്ടും ഉണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണിക്കും. ഓക്കെ ആണെങ്കിൽ ആ പച്ച ലൈറ്റ് കത്തും, അപ്പോൾ ആണെങ്കിൽ ആ മഞ്ഞ ലൈറ്റ്, കംപ്ലയിൻ്റ് ആണെങ്കിൽ ആ റെഡ് ലൈറ്റാണ് കത്തുക. അപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് കാണിക്കില്ല. നിലവിൽ വേറെ ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പ്ലഗ് നല്ല പ്ലഗ്ഗാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കില്ല. നമ്മൾ അതിന് ഉപയോഗിക്കുക, വേറെ കുഴപ്പമില്ല. ഇങ്ങനത്തെ ഫ്രണ്ട് വീൽ കൂടിയൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാതെ, ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്ത, അറിയുന്നത് ആ ഫ്രണ്ട് വീൽ കൂടി നയിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാം. പിന്നെ അങ്ങനെ വേറെ കുറേയൊക്കെ വേറെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആയിട്ടുള്ള കംപ്ലയിൻ്റ് ബാക്ക് ഗാർഡൊക്കെ ഒന്ന് വെൽഡ് ചെയ്യണം, പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, പിന്നെ സർവീസിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാനത് ഇറങ്ങുന്നൊരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.